നിങ്ങളൊരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഒരുങ്ങുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അനിയ നിൽ എന്നാണ്. കാരണം നിരവധി അടിപൊളിയായിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അത്തരം ഇനി പുതുതായി പുറത്തിറങ്ങാൻ പോകുന്ന സ്മാർട്ട് ഫോണുകൾ അത് ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അത്തരത്തിൽ ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള ഒരു ലോഞ്ചാണ് നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നത്തിങ് 3A എന്ന പേരിൽ ഈ വരുന്ന മാർച്ച് 4-നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ടീസറുകളൊക്കെ ആൾറെഡി നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പോൾ തന്നെ പുറത്തുവിട്ടുണ്ട്. നമുക്കറിയാം നേരത്തെ നത്തിങ് 2 എന്ന സീരീസിലെ ഫോൺ പുറത്തിറങ്ങിയതിന് ശേഷമായിരുന്നു നത്തിങ് 2A ഒക്കെ വന്നത്. എന്നാൽ ഇത്തവണ നത്തിങ് 3 എന്ന് പറയുന്ന ഫോൺ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് നത്തിങ് 3 എന്ന് പറയുന്ന ഫോൺ വരികയാണ്. ഈ പറഞ്ഞ പോലെ മാർച്ച് 4-നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച്. 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഒക്കെ ആയിട്ട്, അതും AMOLED ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസർ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത് എന്ന് അറിയുന്നുണ്ട്. അതുപോലെ 4290 mAh ബാറ്ററി ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉണ്ടാവുക. ടെലിഫോട്ടോ ലെൻസും 50 MB ഒരു പ്രൈമറി സെൻസറും അതുപോലെ 50 MB ഒരു വൈഡ് ആംഗിൾ സെൻസറും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉണ്ടാകുമെന്ന് അറിയുന്നുണ്ട്. അതുപോലെ നത്തിങ്ങിന്റെ ലേറ്റസ്റ്റ് OS ആയിട്ടുള്ള നത്തിങ് OS 3യും ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാർച്ച് 4-ന് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് കൺഫേംഡ് ആണ്. നത്തിങ് ആൾറെഡി ഈ ഒരു ഫോണിന്റെ ലോഞ്ചിനെ കുറിച്ചുള്ള ടീസറുകൾ ഇപ്പോൾ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് വരാനുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് നത്തിങ്ങിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഈ പറഞ്ഞ പോലെ നത്തിങ് 3 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. നമുക്കറിയാം നമ്പർ സീരീസിലെ നത്തിങ് 1, നത്തിങ് 2, നത്തിങ് 3. അപ്പോൾ അടുത്ത് വരാനുള്ള നമ്പർ സീരീസിലെ ഫോണാണ് നത്തിങ് 3 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. അതും ഉടൻ തന്നെ എന്തായാലും ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രത്യേകതകളായിട്ട് എടുത്തു പറയേണ്ടത് 6.67 ഇഞ്ചിന്റെ ഫുൾ HD+, അതും LTPO ഡിസ്പ്ലേ ആയിരിക്കും. അതും AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അറിയുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, അതുപോലെ സ്നാപ്ഡ്രാഗൺ 8S Elite എന്ന് പറയുന്ന പ്രോസറോ അല്ലെങ്കിൽ 8S Gen 3 എന്ന് പറയുന്ന പ്രോസറോ ആയിരിക്കും നത്തിങ് ഫോൺ 3-ൽ ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. അതുപോലെ 50 MB ഒരു പ്രൈമറി സെൻസർ, മറ്റൊരു പെരിസ്കോപ്പിക് സെൻസർ ഈ ഒരു ഫോണിനകത്ത് ഉണ്ടാവും. 32 MB സെൽഫി സെൻസർ ഉണ്ടാവും. 5000 mAh ബാറ്ററി, 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഒക്കെ ആയിരിക്കും. മെറ്റാലിക് ഫ്രെയിമും ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നതെന്നാണ് അറിയുന്നത്. നത്തിങ് 3A എന്ന ഫോൺ കൂടാതെ അടുത്തായിട്ട് കൺഫേംഡ് ആയിട്ടുള്ള മറ്റൊരു ലോഞ്ച് എന്ന് പറയുന്നത് IQ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കാൻ പോകുന്ന IQ Neo 10R എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് IQന്റെ ഒരു ഫോണിനകത്ത് ആ R എന്ന് പറയുന്ന ലെറ്റർ ചേർത്തുകൊണ്ട് ഒരു ഫോൺ വരുന്നത്. പുതിയൊരു നെയിമിംഗ് സിസ്റ്റമാണ്. നേരത്തേക്ക് നമുക്കൊരു IQ Neo 9 Pro ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ IQ Neo 10R എന്ന് പറയുന്ന ആ ഒരു പേര് വരുന്നത് ആദ്യമായിട്ടാണ്. അത്തരത്തിൽ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണും ഇതുപോലെ ഏകദേശം ലോഞ്ച് കൺഫേംഡ് ആണ്. IQ എന്ന് പറയുന്ന ബ്രാൻഡ് ആൾറെഡി ഈ ഒരു ഫോണിന്റെ ടീസറുകളൊക്കെ ഇപ്പോൾ ആൾറെഡി തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ വേരിയന്റ് ആണ് പ്രധാനമായിട്ടും IQ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു ടീസറുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള LTPO ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളതെന്ന് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉണ്ടാവുക. സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 എന്ന് പറയുന്ന പ്രോസർ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ബാക്കിൽ 50 MB പ്രൈമറി സെൻസർ, 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 6400 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഒക്കെ കാണും. എന്തായാലും ഗെയിമിങ്ങിനൊക്കെ അടിപൊളിയായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ആ ഒരു 144 ഹെർട്സിന്റെ ഒക്കെ റിഫ്രഷ് റേറ്റ്. IQ Neo 10R എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കഴിഞ്ഞാൽ പിന്നീട് IQന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന മറ്റൊരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് IQ Neo 10 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇതും അണിയറയിൽ ഒരുങ്ങുന്ന IQൻ്റെതായിട്ടുള്ളൊരു ഫോണാണ്. 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ, അതും LTPO AMOLED ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഈ ഒരു ഫോണിനും 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടാവും. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന പ്രോസർ ആയിരിക്കും. അതും LPDDR5X RAM, UFS 4.1 സ്റ്റോറേജ് ടൈപ്പ്, 50 MB മെയിൻ സെൻസർ, 8 MB വൈഡ് ആംഗിൾ, 16 MP സെൽഫി സെൻസറും, 6500 mAh ബാറ്ററിയും, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഒക്കെ ആയിട്ടായിരിക്കും IQ Neo 10 Pro വരുന്നതെന്നാണ് അറിയുന്നത്. അതും ഉടൻ തന്നെ വരുന്ന ഒരു IQന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഫോണാണ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് ഒരു റിയൽമി GT7T എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നമുക്കറിയാം നേരത്തെ റിയൽമി GT6ഉം റിയൽമി GT60യും പുറത്തിറക്കിയിരുന്നു. അതിനകത്ത് തന്നെ റിയൽമി GT60യുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. ഇനി അതിന്റെ പിൻഗാമിയായിട്ട് റിയൽമി GT70 ഇപ്പോൾ വരാൻ പോവുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേ, അതും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, മീഡിയടെക്കിന്റെ Dimensity 9300+ എന്ന് പറയുന്ന പ്രോസർ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. LPDDR5X RAM, UFS സ്റ്റോറേജ് 4 ആയിരിക്കും നൽകുന്നത്. 50 MB പ്രൈമറി, 8 MB വൈഡ് ആംഗിൾ, 16 MP സെൽഫി സെൻസർ, 7000 mAh ബാറ്ററി, അതുപോലെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഒക്കെ ആയിട്ടായിരിക്കും റിയൽമി GT70 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് എത്തുക. അടുത്തതായിട്ട് വരാൻ പോകുന്ന മറ്റൊരു ഫോൺ എന്ന് പറയുന്നത് ആപ്പിളിന്റെ ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം ആപ്പിളിന്റെ വില കുറഞ്ഞ, താരതമ്യേന വില കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് SE സീരീസ്. അത്തരത്തിൽ iPhone SE 4 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം SE 3 ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അതിനുശേഷം SE 4-ന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ആപ്പിൾ ആരാധകർ, അതും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺ വാങ്ങാൻ കാത്തിരുന്ന ആപ്പിൾ ആരാധകരുടെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാകാൻ പോവുകയാണ്. ഐഫോണിന്റെ SE 4 എന്ന് പറയുന്ന ഫോൺ ഉടൻ തന്നെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 6.06 ഇഞ്ചിന്റെ സൂപ്പർ റെറ്റിന XDR, അതും OLED ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്. അപ്പോൾ ഈ ഒരു ഫോൺ വളരെ കോമ്പാക്ട് സൈസ് ആയിരിക്കും എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആപ്പിളിന്റെ A18 ബയോണിക് ചിപ്സെറ്റ് ആയിരിക്കും ഇതിന് കരുത്ത് പകരുക. അതുപോലെ LPDDR4X RAM, 48 MB റിയർ ക്യാമറ,
12 MB സെൽഫി, 3279 mAh ബാറ്ററി, 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നതെന്നാണ് അറിയുന്നത്. ഇതും ഉടൻ തന്നെ ഇന്ത്യൻ വിപണികളിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ളൊരു ഫോണാണ് iPhone SE 4 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. അടുത്തായിട്ട് വരാൻ പോകുന്ന മറ്റൊരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോണാണ്. ലോകത്ത് തന്നെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. നമുക്കറിയാം ഒപ്പോയുടെ ഭാഗത്ത് നിന്ന് ഒപ്പോ ഫൈൻഡ് N5 എന്ന് പറയുന്ന പേരിലായിരിക്കും ആ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഓർക്കുക, ഈ ഒരു ഫോൺ തന്നെ റീബ്രാൻഡ് ചെയ്തുകൊണ്ട് OnePlusന്റെ ഭാഗത്ത് നിന്ന് OnePlus Open 2 എന്ന പേരിലും പുറത്തിറക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഒപ്പോയുടെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് ഈ പറഞ്ഞ OnePlus എന്ന് പറയുന്ന ബ്രാൻഡ്. നേരത്തെ ഒപ്പോ ഫൈൻഡ് N4നെയാണ് OnePlus Open എന്ന രീതിയിൽ ഫോൾഡിംഗ് ഫോണായിട്ട് OnePlusന്റെ ആദ്യത്തെ ഫോൾഡിംഗ് ഫോണായിട്ട് ഇറക്കിയത്. അത്തരത്തിൽ ഈ ഒരു ഒപ്പോ ഫൈൻഡ് N5 എന്ന് പറയുന്ന ഈ ഒരു ഫോണിനെ OnePlus അവരുടെ സെക്കൻഡ് ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള OnePlus Open 2 എന്ന പേരിൽ പുറത്തിറങ്ങുന്നു. വളരെ സ്ലിം പ്രൊഫൈലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക എന്നാണ് അറിയുന്നത്. 8 ഇഞ്ചിൻ്റെ 2K LTPO 120 ഹെഡ്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇന്നർ ഡിസ്പ്ലേ ആയിട്ട് ഈ ഒരു ഫോണിന് നൽകുന്നത്. അതുപോലെ 6.4 ഇഞ്ചിൻ്റെ കവർ ഡിസ്പ്ലേ, അതായത് കവർ ഡിസ്പ്ലേ കണ്ടാൽ തന്നെ ഒരു സാധാരണ സ്മാർട്ട് ഫോൺ പോലെ ഇരിക്കും. നമുക്കറിയാം OnePlus Open എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ഇറങ്ങിയപ്പോൾ തന്നെ ലോകത്ത് മൊത്തം വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയിരുന്നു OnePlus Open. അതുകൊണ്ട് തന്നെ OnePlus Open 2നെ ഞാൻ വളരെ സാഗുതം വീക്ഷിക്കുകയാണ്. അതുപോലെ LPDDR4X RAM ആയിരിക്കും, 50 MBയുടെ 3 ക്യാമറകൾ ബാക്കിൽ, 2 സെൽഫി ക്യാമറ, അതായത് ഇന്നർ ഡിസ്പ്ലേയിലും അല്ലാതെയുമായിട്ട് 2 സെൽഫി ക്യാമറ, അത് 32ൻ്റെയും 20 MBയുടെയും 2 സെൽഫി ക്യാമറകളായിരിക്കും. 5900 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. IPX9 വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു ഫോണിനുണ്ടാവും. അപ്പോൾ ഡസ്റ്റ് റെസിസ്റ്റൻസ് ഈ ഒരു ഫോണില്ല. അവർക്ക് ഫോൾഡിംഗ് മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻസ് ഇല്ല, മറിച്ച് ഈ ഒരു ഫോണിന് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തായിട്ട് വിവോയുടെ ഭാഗത്ത് നിന്ന് ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ആ പുതിയ ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ V50 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇത് ഏകദേശമൊക്കെ കൺഫേം ആവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഉടൻ തന്നെ പുറത്തിറക്കും എന്ന കാര്യത്തിൽ 6.67 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ, 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ്, അതുപോലെ മീഡിയടെക്കിൻ്റെ Dimensity 9200+ എന്ന് പറയുന്ന പ്രോസറായിരിക്കും കരുത്ത് വരുന്നത്. 50 MBയുടെ 3 ക്യാമറകളായിരിക്കും ബാക്കിൽ, അതുപോലെ 6000 mAh ബാറ്ററി, 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അടുത്തതായിട്ട് വരാൻ പോകുന്ന 10ാമത്തെ സ്മാർട്ട് ഫോൺ, ഇതൊരു 9 സ്മാർട്ട് ഫോണുകളാണ് നമ്മൾ പറഞ്ഞത്. 10ാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ASUSൻ്റെ ഭാഗത്ത് നിന്ന് ASUS ROG Phone 9 എന്ന് പറയുന്ന ഫോണായിരിക്കും. 6.78 ഇഞ്ചിൻ്റെ LTPO ഡിസ്പ്ലേ, അതും 185 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ അടിപൊളിയായിരിക്കും, കാരണം അത്രയും ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. Snapdragon 8 Elite എന്ന സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ടോപ്പ് പ്രോസസ്സർ, അതുപോലെ 50 MB 13 32 എന്നീ 3 ക്യാമറ സെറ്റപ്പ്, 32 MB സെൽഫി ക്യാമറ, 5800 mAh ബാറ്ററി, 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഒക്കെ ആയിട്ടായിരിക്കും ASUSൻ്റെ ഈ ഒരു ROG Phone 9 എത്തുന്നത്. അപ്പോൾ ഇത്രയും ഫോണുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് ഇതിൽ തന്നെ 2 ഫോണുകൾ ആൾറെഡി അവർ ടീസ് ചെയ്ത് കഴിഞ്ഞു. അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ Nothing 3A എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും, അതുപോലെ IQ Neo 10R എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും. ഇത് ആൾറെഡി ടീസ് ചെയ്ത് കൺഫേംഡ് ആയി. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ വരും ആഴ്ചകളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഉടൻ തന്നെ പുറത്തിറങ്ങാൻ പോകുന്ന സ്മാർട്ട് ഫോണുകളാണ്.